നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള മസ്ക ബൻ ഞാനിപ്പോഴാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ലേറ്റ് ആയിട്ടാണ് ട്രൈ ചെയ്തെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഈ ഒരു സംഭവം. ഇത് കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സ്ട്രോബെറീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പഴുത്ത സ്ട്രോബെറീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇളക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ബാക്കി പ്രോസസ്സൊക്കെ സെയിം ആണ് കേട്ടോ. ആവശ്യത്തിന് ബട്ടർ നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് അതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ഈ ഒരു കുഴമ്പ് രൂപത്തിലോട്ട് ആക്കി എടുക്കണം കേട്ടോ. എനിക്ക് ഈ ഒരു ടൈപ്പ് ബന്നാണ് കേട്ടോ കിട്ടിയത്. റൗണ്ട് ഷേപ്പ് ബൻ എനിക്ക് കിട്ടിയില്ല. എന്തായാലും നമുക്കിത് കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് ഈ ഒരു പേസ്റ്റ് നമുക്കിതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് അധികം നമുക്കിതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. നമ്മൾ ആ ഒരു സ്ട്രോബെറി ജാമൊക്കെ കഴിക്കുന്ന അതിനേക്കാളും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നോർമൽ ബൻ മസ്ക ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എന്തായാലും ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ബൻ മസ്ക ട്രൈ ചെയ്യാത്തവർ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.